ആ പോയിക്കാം. മെല്ലെ പോട്ടാനോ അനോ മെല്ലെ പോ ഓർത്ത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ അടുക്കള വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ്സ് വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെയും പോലെ രാവിലെ തന്നെ നമ്മുടെ പണികളൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ മോള് രാവിലെ തന്നെ ട്യൂഷന് പോയി കേട്ടോ. മോൾക്ക് ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മോള് 10th കേട്ടോ. അപ്പോൾ ട്യൂഷൻ ഇപ്പോൾ ഒരു മെയ് 1 തന്നെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ 7 മണി മുതൽ 9 മണി വരെയാണ് കേട്ടോ ട്യൂഷൻ. അപ്പോൾ സൈക്കിളിലാണ് മോള് പോണത്. ഇവിടെ അടുത്ത് തന്നെയാണ്, ജംഗ്ഷനിലാണ്, പുതുനഗരം ജംഗ്ഷനിലാണ് കേട്ടോ. അപ്പോൾ മോള് സൈക്കിളിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ മോള് പോയ ശേഷം പിന്നെ ഞാൻ ഷോപ്പൊക്കെ ഒന്ന് തുറന്നു വെച്ചു. പിന്നെ അവിടെയെല്ലാം അടിച്ചു വിട്ടു കേട്ടോ. അടിച്ചു വിട്ട് പിന്നെ അതവിടെ ചെടികളൊക്കെ ഒന്ന് നനച്ച് വിടുകയാണ്. അപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ 2 നേരം നനയ്ക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതെല്ലാം വാടി തളർന്നു പോകും കേട്ടോ. അമ്മ അതൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ട് പോയതല്ലേ, അപ്പോൾ അതിന് നശിപ്പിക്കണ്ട പറഞ്ഞിട്ട് ഞാൻ 2 നേരം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ സിമെൻറ്റ് ഇട്ട് അവിടെയും കൂടി ഒന്ന് നനച്ച് വിടുന്നുണ്ട്. ഭയങ്കര വെയിലും ചൂടൊക്കെ അല്ലേ, അപ്പോൾ കുറച്ചൊന്ന് തണുപ്പ് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് വിടുകയാണ് കേട്ടോ. സിമെൻറ്റ് ഇട്ട് അവിടെയൊക്കെ വൃത്തിയായി കിടക്കുമല്ലോ, മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ വൃത്തിയായി കിടക്കും വിചാരിച്ചിട്ട് അവിടെയൊക്കെ നനച്ച് വിട്ടു. പിന്നെ ഷോപ്പിലത്തെ പണികൾ ഏകദേശം എല്ലാം കഴിഞ്ഞു. പിന്നെ പതിവ് പോലെ തന്നെ ഞാൻ ഊഞ്ഞാലിൽ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഊഞ്ഞാലിൽ കുറച്ച് നേരം അങ്ങനെ ആടിക്കൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്തു. ഇനി വേണം നമുക്ക് അടുക്കളയിൽ പോയിട്ട് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാനായിട്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നലെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലേക്ക് എന്താ പറയുക, ഇഡ്ഡലിയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ മാവൊക്കെ അരച്ച് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണല്ലോ. അപ്പോൾ ആ മാവാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലേക്ക് നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതുപോലത്തെ തട്ട് 3 എടുത്തു. പക്ഷേ 2 ഒഴിക്കണുള്ളൂ കേട്ടോ. എനിക്കും മോൾക്കും മാത്രമാണല്ലോ. കാരണം ചേച്ചി പിന്നെ ഇഡ്ഡലി കഴിക്കുന്നില്ല. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഷുഗർ ആയതുകൊണ്ട് അരി ഭക്ഷണമൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ കമ്പും കോറയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാത്രം ആയതുകൊണ്ട് 2 തട്ട് ഒഴിച്ച് വെച്ചു. അപ്പോൾ തട്ടിൽ ലേശം എണ്ണയൊക്കെ പുരട്ടിയിട്ട് വെളിച്ചെണ്ണ ഇത്തിരി നൈസായി തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒട്ടാണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവിയിൽ നമ്മുടെ ഇഡ്ഡലി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഡ്ഡലിക്ക് നമുക്ക് ഇന്ന് ചട്നി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലേക്ക് ചട്നിയാണ്. എപ്പോഴും അധികം സാമ്പാറാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ചട്നി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്നിക്കുള്ള തേങ്ങയൊക്കെ ചിരകണമല്ലോ. അപ്പോൾ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു പണി ഇതാണ് കേട്ടോ. തേങ്ങ ചിരക പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള പണിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചാറൊക്കെ വെക്കുമ്പോൾ അധികം തേങ്ങ ഒഴിക്കാണ്ടാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ ചട്നിക്ക് എന്തായാലും തേങ്ങയില്ലാണ്ട് പറ്റില്ലല്ലോ. ചട്നി പറഞ്ഞാൽ തന്നെ തേങ്ങ ചട്നി എന്ന് പറഞ്ഞാൽ തേങ്ങയല്ലേ മെയിനായിട്ട്. അപ്പോൾ തേങ്ങ ഇങ്ങനെയൊക്കെയോ കുറച്ച് ചിരകി എടുത്തു. പിന്നെ കുറച്ച് പൊരിക്കടല അല്ലെങ്കിൽ പൊട്ടുകടല എന്നൊക്കെ പറയില്ലേ, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 മുളകും ഇട്ടിട്ട് അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയും ഇതാ റെഡിയായി. പിന്നെ ചായക്ക് പാലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ അരിയില്ലേ, ഇഡ്ഡലിക്ക് ഇടുന്ന അരി വന്നിട്ട് റേഷൻ അരിയാണ് കേട്ടോ. കടയിലത്തെ ഇഡ്ഡലി അരി അങ്ങനെയൊന്നും ഇടാറില്ല. റേഷൻ അരി നമുക്ക് ചോറ് വയ്ക്കാൻ കിട്ടില്ലേ, വെള്ളയരി. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഇഡ്ഡലിക്കൊക്കെ ഇടുന്നത്. അപ്പോൾ നന്നായി വന്നിട്ടുണ്ട്.
ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഡ്ഡലി അരി ഇട്ടാലില്ലേ ഇഡ്ഡലി ചിലപ്പോൾ നന്നായി വരില്ല, ഇത്തിരി കട്ടിയായി വരും കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. റേഷൻ അരി ആണെങ്കിൽ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇടയിൽ എൻ്റെ സാരി ഒന്ന് അലക്കിയിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാരിയൊക്കെ ഞാൻ ഷാമ്പു വെള്ളത്തിൽ മുക്കി വെച്ചതായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് മുമ്പ് മുക്കി വെച്ചതായിരുന്നു. പിന്നെ അതൊന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കല്യാണത്തിനെടുത്ത സാരി സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ എന്താ അലക്കണം. ഞാനിത് അലക്കണോ വേണ്ടിയോ അതോ പുറത്ത് ഡ്രൈ ക്ലീനിങ് കൊടുക്കുക എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ശരി പറഞ്ഞിട്ട് അങ്ങനെ ഷാമ്പു വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് അങ്ങനെ വിരിച്ചിട്ടു കേട്ടോ. പിന്നെ മോളിതാ ട്യൂഷനൊക്കെ വിട്ട് വന്നത് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ ആൾക്ക്. അയ്യോ ഭയങ്കര വിശപ്പമ്മ, വേഗം കഴിക്കാൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൾക്ക് വേഗം ഇഡ്ഡലിയും പിന്നെ ചട്നിയൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ അതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചത്. രാവിലത്തെ ഫുഡൊക്കെ പിന്നെയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുക്കളയിൽ കുറച്ച് പണികളെന്ന് വെച്ചാൽ ഉച്ചയ്ക്കുള്ളതൊക്കെ നോക്കാനുണ്ട്. ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം. പിന്നെ എന്താ പറയുക, ഉച്ചയ്ക്ക് ചോറ് വെക്കണം. ആ പണികളൊക്കെ ഉണ്ട്. അതിൻ്റെ മുമ്പ് ക്ലീനിങ് പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ ക്ലീനാക്കി കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അവിടെയൊക്കെ തുടച്ച് വിട്ടിട്ടുണ്ട്. പിന്നെ ചോറും വടിച്ച് വെച്ചു കേട്ടോ. ചോറും വാർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത പണി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് നമുക്ക് ഉപ്പേരി വെക്കണം കേട്ടോ. അപ്പോൾ മോള് പറഞ്ഞു ഉരുളക്കിഴങ്ങ് വറുത്താൽ മതി പറഞ്ഞു. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഉരുളക്കിഴങ്ങ് വറുക്കുക എന്നുള്ളത്. ഉരുളക്കിഴങ്ങ് ഞാൻ ഇടയ്ക്കൊക്കെ ഇതിൽ അധികം കാണിക്കാറുണ്ട്. മോള് സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ പിന്നെ ഇത് തന്നെയായിരിക്കും കേട്ടോ. ഒന്നരാടം ഈ ഉരുളക്കിഴങ്ങ് വറുക്കൽ തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക്. അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഉപ്പേരി വയ്ക്കുമ്പോൾ എണ്ണ ഒഴിച്ചാൽ മതി. ഇത് എണ്ണയിൽ കടുക് പൊട്ടിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിടുക. കറിവേപ്പില ഇടാം. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി വേണമെങ്കിൽ ചതച്ചിടാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും ചതച്ചിടാം. അങ്ങനെയാണ് കേട്ടോ നമ്മൾ വെക്കണത്. അപ്പോൾ ഇതാ നമ്മൾ പാനിൽ എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വഴറ്റി അതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു. ഇതാ നമുക്ക് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അങ്ങോട്ട് അടച്ച് വെക്കാം കേട്ടോ. വെള്ളമേ ആവശ്യമില്ല കേട്ടോ ഇതിന്. വെള്ളം ഒഴിക്കാതെ തന്നെ വേവിച്ച് നന്നായി ഫ്രൈ ആയി വരുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് അടുപ്പിൽ വെച്ചിരിക്കുമ്പോൾ അതാ നമ്മുടെ പച്ചക്കറി മുത്തശ്ശി കുറേ ദിവസമായി വന്നിട്ട് എന്നെ വിളിച്ചു കേട്ടോ. എപ്പോ? ഞാൻ എവിടെയും വിരുന്ന് പോയിട്ടില്ലല്ലോ. കോയമ്പത്തൂരാ? ഞാനിപ്പോൾ കോയമ്പത്തൂർ വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. അന്ന് അമ്മ വന്നിട്ട് ചീരൻ അങ്ങനെ കൊടുത്തിട്ടില്ലേ? അമ്മക്ക് ചീര വേണം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ നിർബന്ധിച്ചിട്ടാണ് അമ്മക്ക് ചീര താമകളെ വെറുതെ ഞാൻ കൊടുത്തതാണ്. ഇത് വെച്ചോ, പേര് വെച്ചോ, നന്നായിരിക്കുന്നുണ്ട്. കൂട്ടാൻ വെച്ച് പച്ചവെളിച്ചൊക്കെ വെച്ചാൽ വെറുതെ തിന്നാം. അപ്പോൾ കുറേ ദിവസമായിട്ടോ പച്ചക്കറി മുത്തശ്ശിയൊക്കെ വന്നിട്ട്. അപ്പോൾ കുറേ പച്ചക്കറിയൊക്കെ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ മത്തനും 2 കഷ്ണം മത്തനും ചീരയും പടവലനും അതൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അന്ന് വരുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ കാര്യമൊക്കെ ചോദിക്കുമായിരുന്നു, എവിടെയും വിരുന്ന് പോയില്ല, ഞാൻ വരുന്ന സമയം നോക്കി വിരുന്ന് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ എങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല പാവമാണ് കേട്ടോ മുത്തശ്ശി. എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വന്നാൽ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെ ഇരിക്കും കേട്ടോ. ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇനി ഇരുന്ന് സംസാരിച്ചിട്ട് പോകും. പക്ഷെ ഒന്നും എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അടുക്കളയിൽ ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ വേഗം പോയിട്ടാ. എന്നിട്ടും കുറച്ച് നേരം ഇരുന്ന്, ഭയങ്കര വെയിലല്ലേ. ഈ വെയിലത്ത് ഇങ്ങനെ പച്ചക്കറി വിൽക്കാൻ നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. പാവല്ലേ മുത്തശ്ശി. ഞാൻ പിന്നെ എപ്പോഴും വരുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കും കേട്ടോ. ചീരയൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല, എന്നാലും ഞാൻ വെറുതെയെങ്കിലും വാങ്ങിക്കും കേട്ടോ അവരുടെ അടുത്ത് നിന്ന്. അവർക്കൊരു സഹായം ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അധികം പച്ചക്കറി വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുത്തശ്ശീന് ഇങ്ങനെ ഇതാക്കും കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിക്കുകയും ചെയ്യും. അങ്ങനെ കേട്ടോ. പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചതാ മുത്തശ്ശി പോയി. പിന്നെ വൈകുന്നേരം കേട്ടോ ഞാൻ വീഡിയോ എടുത്ത.
വൈകുന്നേരമായി. പിന്നെ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തു കേട്ടോ. ഇത്തിരി നേരം ഒരു 10 മിനിറ്റൊക്കെ ഉറങ്ങി എണീച്ചു. പിന്നെ അതിന് ശേഷം മുഖമൊക്കെ കഴുകി ഫ്രഷായി കേട്ടോ. പിന്നെ വൈകുന്നേരം പിന്നെ മോട്ടർ ഇടണം കേട്ടോ. വെള്ളത്തിന് നമുക്കിവിടെ ബോർവെല്ലാണ്. അപ്പോൾ 2 നേരം മോട്ടർ ഇടും കേട്ടോ. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് രാവിലെ ഇട്ട് നിറച്ചതാണ്. പിന്നെ വൈകുന്നേരം ഒരിക്കൽ കൂടി ഇടും. അപ്പോൾ ആ പണികളാണ് കേട്ടോ. നേരത്തെ തന്നെ മോട്ടർ ഇട്ട് വയ്ക്കണം കേട്ടോ. 5 മണിക്ക് ശേഷം ഇടാറില്ല. ഞാൻ അധികം 4 മണിയായ അപ്പോൾ തന്നെ വേഗം മോട്ടറൊക്കെ ഇട്ട് നിറച്ച് വയ്ക്കും കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയോ? മോൾക്ക് വൈകുന്നേരം പാസ്ത വേണം പറഞ്ഞിട്ടോ. പാസ്ത വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് പാസ്ത വാങ്ങിച്ചിരിക്കണം കേട്ടോ. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയൊന്നുമില്ല കേട്ടോ. ഞാനിതുവരെ വെച്ചിട്ടുമില്ല, കഴിച്ചിട്ടൊന്നുമില്ല. ഇതാ മോള് വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇതെന്തായാലും വെച്ച് തരണം പറഞ്ഞു. അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമുക്കിന്ന് വൈകുന്നേരത്തേക്ക് മോൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് ഒരു 4-5 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വെള്ളം വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൾക്ക് ഭയങ്കര വിശപ്പ് അവൾക്ക്. അപ്പോൾ എന്ത് ചെയ്തെന്നറിയോ? അപ്പോൾ ഒരു പഴം ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്യ് പഞ്ചസാര ഇട്ടിട്ട് അതിനൊന്ന് വഴറ്റി കൊടുത്തിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ സമയം എടുക്കുമല്ലോ പാസ്ത. അതെന്തായാലും 1 മണിക്കൂർ ആവും. അപ്പോൾ അത് ഉണ്ടാക്കി എല്ലാം ചെയ്ത് വരുമ്പോഴേക്കും സമയം എടുക്കും. അപ്പോഴേക്കും അവൾക്ക് ഭയങ്കര വിശപ്പാണ് അത്രേ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഇതൊരു പഴം നെയ്യും പഞ്ചസാര ഇട്ടിട്ട് ഇതുപോലെ ചൂടാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളത് കഴിച്ച് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഇത് റെഡി ആവുമല്ലോ. അപ്പോൾ എന്തായാലും രാത്രിക്കുള്ള ഫുഡ് അതാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇതാ പഴമൊക്കെ റെഡിയായി. പിന്നെ അത് മോൾക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. പിന്നെ അതാ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാസ്ത എടുത്ത് ആ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു 4-5 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ സമയം തന്നെ നമുക്കതിന് ആവശ്യമുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വിടുക. അപ്പോൾ ഇത് അങ്ങനെ ഒട്ടുവിട്ട് ഒരു പശ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി വിട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് വേവണ വരെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 മിനിറ്റ് നേരം ഇത് കുക്ക് ചെയ്യാൻ വെക്കാം. തിളച്ച വെള്ളത്തിലിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. അങ്ങനെ പാസ്ത അതാ വെന്തിട്ടുണ്ട്. പിന്നെ ഞാനതൊരു അരിപ്പയിലേക്ക് മാറ്റി വെള്ളമൊക്കെ നന്നായിട്ട് പോകണം കേട്ടോ. അതിൻ്റെ വെള്ളമൊന്നും ഇല്ലാണ്ട് നമുക്കിതുപോലെ കിട്ടണം. അപ്പോൾ വെള്ളമൊക്കെ പോയ ശേഷം ഞാൻ അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. പെരിഞ്ജീരകം പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാൻ പൊടി ഇല്ലാത്തതുകൊണ്ട് പെരിഞ്ജീരകം തന്നെ അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 4 പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിയണം കേട്ടോ. കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു തക്കാളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു തക്കാളി എടുത്ത് ഇതുപോലെ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ നല്ല എന്താ പറയുക, നല്ല വഴറ്റി വരണം കേട്ടോ. സവാളയും തക്കാളിയും എല്ലാം നന്നായി വെന്തുടഞ്ഞ് നന്നായി വഴറ്റി വരണം. അപ്പോൾ നമുക്ക് പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ടൊമാറ്റോ സോസ് ഇടുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് നന്നായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു അളവിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല മോയ്സ്ചറായിട്ട് വരണം കേട്ടോ. ഒരു നല്ല ഒരു ഇത് കണ്ടില്ലേ, നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഇത് വേണ്ടത്, ഇത് ശരിക്കും പറഞ്ഞാൽ വെള്ളം പോലെയല്ല കേട്ടോ വേണ്ടത്, കുറച്ച് നല്ല ഗ്രേവി ആ ടൈപ്പിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ പോയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആഡ് ചെയ്യണം കേട്ടോ. ആ മസാല എല്ലാം അതിൽ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അടുപ്പത്ത് തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാസ്ത അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള പാസ്തയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു.
ഇതിൽ വന്നിട്ട് നമുക്ക് എന്താ പറയുക ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പം മോള് റെഡി ആയതും വേഗം കഴിക്കാൻ കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വെക്കുന്നത്, മോള് കഴിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോഴില്ലേ നല്ല മഴക്കാറ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് മഴ വരാനുള്ള സാധ്യതയുണ്ട്. ഇതാ നല്ല മഴക്കാറും അത് കണ്ടില്ലേ, കറുകറേന്നിരിക്കുകയാണ് കേട്ടോ മാനം. നല്ല മഴയുണ്ട്, മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു. ചെറുതായി ഇടിവെട്ടിന് മിന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പുറത്ത് സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അകത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. മഴ വന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതെല്ലാം എടുത്ത് വെച്ച് അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ മഴക്കാറ് കണ്ടപ്പോൾ തന്നെ വേഗം ഞാൻ സാധനങ്ങളൊക്കെ ഷോപ്പിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ച് ടാർപ്പായൊക്കെ ഇട്ട് അടച്ച് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അത്രയും ചൂടല്ലേ, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഓരോ സ്ഥലത്തും മഴ പെയ്തു എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഇവിടെ എപ്പോൾ മഴ വരും പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മഴക്കാറ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും സുഖമായിട്ട് കിടന്നുറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ശരി, വേഗം ഷോപ്പൊക്കെ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അവിടെ നിന്ന് അടയ്ക്കുകയാണ് കേട്ടോ. മഴ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ, ഇതൊക്കെ അടയ്ക്കാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. നനഞ്ഞാൽ കുഴപ്പമില്ല, എന്നാലും കൂടി നമുക്ക് അടച്ചു വെച്ചാൽ കുറച്ച് ഇതായിരിക്കുമല്ലോ പറഞ്ഞിട്ട് വേഗം അടച്ചു. ഇതാ മഴയൊക്കെ പെയ്തു കേട്ടോ. അതാ മഴ നമ്മൾ വിചാരിച്ച അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ളൊരു മഴയൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും കൂടി ഒരു തണുപ്പ്, ചെറുതായിട്ടൊരു തണുപ്പൊക്കെ കിട്ടി കേട്ടോ. ഇതാണ് നമ്മുടെ ഇവിടെ പെയ്ത മഴ. ഇത് കണ്ടില്ലേ, റോഡ് നനഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, മണ്ണൊന്നും അങ്ങനെ നനഞ്ഞിട്ടില്ല, ചെറുതായി പാറിപ്പോയതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ മഴ പെയ്തു കേട്ടോ. ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. പിന്നെ അതിന് ശേഷം പാലൊക്കെ വന്ന് ഞാൻ ചായ കുടിക്കുമ്പോഴാണ് കേട്ടോ അത് കഴിച്ചത്. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത് ചായയുടെ കൂടെ കഴിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ പാസ്ത എന്തായാലും ചായയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. എന്തായാലും ഫസ്റ്റ് ടൈം കഴിക്കണതല്ലേ, കുറച്ചൊക്കെ കഴിക്കാം. അങ്ങനെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കണ പോലെ അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല, വെച്ചതുകൊണ്ട് കഴിക്കാമെന്ന് മാത്രം. പിന്നെ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ അപ്പൂസിനെ കാണാൻ പോയിട്ട് അവർ കുറേ ദിവസമായി വന്നിട്ട് വീട്ടിലേക്ക്. അപ്പോൾ എന്തായാലും രണ്ടുപേരും ഒന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടാ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിപ്പോൾ കാണണം പറഞ്ഞാൽ പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ അത്രയും അടുത്താണ്. അപ്പോൾ ഞാൻ ഷോപ്പ് അടച്ചിട്ടില്ല കേട്ടോ. അപ്പം മഴയൊക്കെ നിന്നപ്പോൾ ഞാൻ പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ അപ്പൂസിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേഗം പോയി. ഇതാ കുഞ്ഞിപ്പെണ്ണ് നല്ല കുറുമ്പൊക്കെ കാണിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്ലൈയിങ് കിസ് കൊടുക്കട്ടെ കുഞ്ഞാന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം കൊടുത്തു. അപ്പം ഇപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മളെന്ത് പറഞ്ഞാലും നന്നായി മനസ്സിലാക്കുന്നുണ്ട്. അത് അപ്പൂസ് ഇടയിൽ കൂടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. പിന്നെ അനിയത്തി ജോലി കഴിഞ്ഞ് വന്ന ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവരെ കണ്ട് പിന്നെ തിരിച്ചെത്തി. ഒരു 10-20 മിനിറ്റ് നിന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഷോപ്പ് അടയ്ക്കേണ്ട സമയമായില്ലേ, അപ്പോൾ ഞാൻ പിന്നെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പൊക്കെ അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ സാധനങ്ങളൊക്കെ കുറച്ച് ഇതുണ്ടാവും കേട്ടോ, സെയിലുണ്ടാവും. എന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഷോപ്പൊക്കെ അടച്ചു കഴിഞ്ഞു. ഇനി പോയി ഒന്ന് ഫ്രഷ് ആവണം. പിന്നെ രാത്രിയിലേക്ക് ഫുഡ് ചോറ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചത്തെ ചോറ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ പാസ്ത ഉണ്ടാക്കില്ല, അതും ഉണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ എന്തായാലും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബാലൻസ് നമുക്ക് ഉച്ചയ്ക്ക് വെച്ചതുണ്ടല്ലോ, അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ കണ്ണം ചേച്ചി എക്സസൈസ് ചെയ്യാണ് കേട്ടോ. എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യണേ ഇല്ല കേട്ടോ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടക്കുന്നു എന്ന് മാത്രം, വേറൊന്നും ചെയ്യണില്ല. പിന്നെ ഇതാ ഞാൻ ഫ്രഷായി വന്നു കേട്ടോ. ഞാൻ മേലൊക്കെ കഴുകി ഫ്രഷായി വന്നു. ഷോപ്പൊക്കെ അടച്ചൊന്ന് കുളി കഴിഞ്ഞാലേ ഒരു ആശ്വാസമാവുള്ളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി ഞാൻ സാരികളും തുണികളും കുറച്ച് മടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടി മടക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ സാരി മാത്രം ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ തുണികളുണ്ട് കേട്ടോ, അലക്കിയതൊക്കെ കട്ടിൻ്റെ മേലെ കുറേ തുണികളുണ്ട്. അതെന്തായാലും ഇനിയിപ്പോൾ നാളെ മോളുടെ അടുത്ത് പറഞ്ഞിട്ട് മടക്കി വെക്കാൻ പറയണം വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതൊന്നും ചെയ്തില്ല. അപ്പോൾ ഈ സാരി മാത്രം ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണത്തിന് കൊടുത്ത ആ സാരിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളറായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു കേട്ടോ. ഡ്രസ്സ് നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ
അതൊക്കെ മടക്കി വെച്ചു. ഇനി നമുക്ക് എന്താണ് രാത്രിത്തെ ഫുഡൊക്കെ കഴിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.